ചേച്ചി ചാവൂട്ടാ മറ്റൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി ചൂട്ടാ. അപ്പച്ചനും അമ്മച്ചിയും ലവ് മാരേജ് ആണ്. ഞങ്ങള് അപ്പച്ച കീബോർഡ് അന്ന് കീബോർഡിന് ഫുള്ള് കളിക്കണം. ഞാൻ കീബോർഡ് വാങ്ങാൻ പോണേ. നാളെ തന്നെ കീബോർഡ് വാങ്ങാം. അന്നത്തെ കാലത്ത് പ്രേമമൊക്കെ അടിപൊളിയായിരുന്നോ? ആ കുഴപ്പമൊന്നും ഉണ്ടായില്ല. 5 വർഷം പ്രേമിച്ച പിന്നീട് കല്യാണം കഴിച്ചത്. 5 വർഷമൊക്കെ അന്നത്തെ കാലത്ത് സൺഡേസിന് മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ. ഇവിടുന്ന് നടന്നവിടെ വരും വൈകുന്നേരം. വീഡിയോ എടുത്താലും അമ്മച്ചിക്ക് നമുക്കൊരു റോളിലൊക്കെ പരിപാടിയാണ്. കത്തമ്മച്ചി തന്നപ്പോ അമ്മച്ചി മേടിച്ച കത്തിങ്ങനെ എറിഞ്ഞു വെച്ചുകൊണ്ട് പോയി എന്റെ അടുത്ത്. എടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, വേറെ ആരെങ്കിലും എടുത്താൽ പിന്നെ പ്രശ്നമാവില്ലേ. ഞാനും ഇവിടെ തന്നെ ജനിച്ചു വളർന്നതാ. അല്ല ഇവിടെ തന്നെ ജനിച്ചു വളർന്നതെന്ന് പറയുമ്പോ എന്താണ് അമ്മച്ചി വിളിച്ചോണ്ട് വന്നാണോ? സത്യം പറഞ്ഞ ചേച്ചി, ഞാൻ ഒരു കലാകാരനെ കൊണ്ട് അപ്പം വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, മോനെ എന്റെ മോളെ കിടന്നു പോരുന്നോ എന്റെ കൂടെ ചോദിച്ചു. പെട്ടെന്ന് പോകും. പുള്ളിക്കാരത്തി കാര്യമാക്കി അറിയിപ്പോ. എത്ര ടേക്കൊക്കെ പോകും? ഇത് 25 ഇവിടെ ഏറ്റവും കുറഞ്ഞത്. കുറവാണത്. ഇവന്റെ ടേക്ക് എടുക്കുമ്പോ അത് മാത്രം റീലാക്കി കഴിഞ്ഞ് ഞാൻ 1 മില്യൺ ഉറപ്പാണ്. അത്ര വലിയാണ്. എന്റെ ചാരുമാരെ എന്റെ മോളെ കൊന്നതാ. ആബേലിനെ പഞ്ഞിക്കിടുന്ന അമ്മച്ചിയെ കാണാൻ വേണ്ടി ഈ ക്രിസ്മസ് ദിനത്തില് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അമ്മച്ചി ഹായ്. ഹായ്. അമ്മച്ചി പൊളിയാണ്. ഞാൻ അമ്മച്ചിയുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴാണ് നിങ്ങൾ കണ്ടന്റ് പ്രത്യേക രീതിയിൽ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ആബേലേട്ടനെ പരിചയപ്പെട്ടത്. ആബേലിന്റെ ചേട്ടന്റെ ഭാര്യയുടെ പേര് റിയ, മക്കളുടെ പേര് ആ. അയ്യോ, ഞാൻ തന്ന മൈക്ക് ഇങ്ങനെ പിടിച്ച് സംസാരിക്കാനുള്ളതാണ്. ക്യാമറ മാത്രമേ കണ്ടുള്ളൂ. റിയ ഹെവൻ. ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നത്. ഇതൊക്കെ കുടുംബക്കാര്, നിങ്ങളൊക്കെ ആരാ? ഞങ്ങള് സുഹൃത്തുക്കളാണ്. നിങ്ങളൊക്കെ മറ്റേ സപ്പോർട്ടിങ് സപ്പോർട്ടിങ് ഒരുമിച്ച് വർക്ക് ചെയ്യണവരാ. നിങ്ങൾ ചേട്ടൻ എന്താ ജോലി? വെൽഡിങ്. ആ ഹാ ഹാ ഹാ. നമുക്കും അത് തന്നെ. അത് തന്നെ. അപ്പൊ അതിനിടയ്ക്കാണ് പാർട്ട് ടൈം ആയിട്ടാണ് ഈ പാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സമയം കണ്ടെത്തിട്ട് ഉള്ള പരിപാടി. ഇപ്പൊ മറ്റേ പണ്ടൊക്കെ ആളുകളെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാൽ അല്ലെങ്കിൽ ജോലിക്കിടയിലൊക്കെ വന്നിട്ട് വൈകുന്നേരങ്ങളിൽ ചീട്ടുകളി അല്ലെങ്കിൽ മറ്റുള്ള കലാപരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പൊ എല്ലാവർക്കും യൂട്യൂബ് ആയ പിന്നെ കുടുംബക്കാരെ വിളിച്ചല്ലേ. ഇതിപ്പോ ചീട്ടുകളിയും ഇതും കൂടി കൂടെ പോയല്ലേ. ഏത് ചീട്ടാ ചേട്ടൻ ഉദ്ദേശിച്ചത്? അണ്ണാച്ചിയുടെ ചീട്ടാണോ ഉദ്ദേശിച്ചത്? അമ്മച്ചിയുടെ പേര് എങ്ങനെയാ? ലില്ലി. ലില്ലി. അമ്മച്ചി വീഡിയോ ഒക്കെ ഇതൊക്കെ ഭയങ്കര സ്മാർട്ട് ആയിട്ട് വന്നിട്ട് ഇപ്പഴെന്താ എന്നെ കണ്ടിട്ട് ഒരുമാതിരി സ്കൂളിൽ വിട്ട പിള്ളേരെ പോലെ. ഇല്ല, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്നോട് നിങ്ങളൊക്കെ പറ. അമ്മച്ചേ അടികൊടുത്ത അമ്മച്ചി മറ്റേ ഞാൻ ആ ഫസ്റ്റ് ഇൻട്രോ പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്ന അമ്മച്ചി ആ പേട്ടി പിന്നെ ക്രിസ്മസ് എവിടെ വരെയാ നിങ്ങളെ? ക്രിസ്മസ് ഒക്കെ ഇതൊക്കെ ആയി, ഇനി കുറച്ചുകൂടി കഴിയണം. ക്രിസ്മസിന്റെ ഒരു റീലൊക്കെ അടുത്തിറങ്ങിയായിരുന്നല്ലോ. ആ, അപ്പൊ അതുവരെ എടുത്ത് നിർത്തിയേക്കുന്നത്. ഇപ്പൊ ഇവരൊക്കെ ഭയങ്കരമായിട്ടും ആക്ട് ചെയ്യുന്നവരാണ്, കണ്ടന്റ് നന്നായിട്ട് ചെയ്യുന്നവരാണ്, നാച്ചുറൽ കണ്ടന്റ് ആണ്. എനിക്ക് ആ കഴിഞ്ഞൊരു ദിവസം ഒരു റീല് കണ്ടപ്പോ മറ്റേ അമ്മച്ചി അടിക്കാൻ വേണ്ടി ആബേലേട്ടൻ, അത് വെച്ചിട്ടാണ് ഞാൻ ആലോചിച്ചത്. അടിക്കാൻ വേണ്ടിട്ട് ഇവിടെ വരുന്നവരോട് എന്തോ വലിയ ആളാ ഗുണ്ടയാണെന്ന് പറഞ്ഞ പെരക്കകത്ത് കയറ്റി ഇടിക്കുന്ന ഒരു സീനില്ലേ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടന്റ് ഭയങ്കര നോർമൽ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ആബേലേട്ടാ, ഈ കൂട്ടുകാരന്മാരുടെ പേര് പറഞ്ഞില്ല. വിപിൻ, അരുൺകുമാർ. അരുൺകുമാർ ചേട്ടനെ വെച്ചിട്ട് ഇവര് വന്നപ്പോ കളിയാക്കുന്ന കണ്ടല്ലോ. എന്താ ചേട്ടൻ ഭാരതമേനോട് സൗണ്ട് കൊടുക്കും. സമയത്ത് സ്റ്റേജിൽ കയറിയപ്പോ പറഞ്ഞപ്പോ വലിയൊന്നും ഭാരതമേനോട് സൗണ്ട് കൊടുക്കും. കൂട്ടത്തിൽ ഒരുത്തരുണ്ടെങ്കിൽ ഇങ്ങനെ അല്ല, അത് ചേട്ടനാണല്ലോ. ഭാരതമേനോ എന്റെ പള്ളി അതാണ് ഏറ്റവും വലിയ കുഴപ്പം. എന്നോട് സംസാരിച്ചത് ബാക്കിയുള്ള എന്റെ പള്ളി സൗണ്ട് എടുക്ക് നോക്കിയാ നോക്കണം. ഒന്നര ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഹൈലൈറ്റ് വേറെ ഒരു സാധനം, സ്കോപ്പി ഉണ്ട്. നീ മറ്റേ ഭാരതമേനോട് സൗണ്ട് നോക്കടാ.
ചേച്ചിക്ക് കേൾക്കാനായിട്ട് കണ്ടോ ഇനി ഇത് പറയണ എപ്പോ പറയും? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി ഇവര് 3 പേരെ എന്നെ വിളിക്കുന്നത് ചേച്ചി 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 എനിക്ക് അത്ര പ്രായമൊന്നുമില്ല. ഞാൻ അവര് പറഞ്ഞു കൊടുക്കുക എനിക്ക് അത്ര പ്രായം അത്ര പ്രായമൊന്നുമില്ല കേട്ടോ. കൊച്ചേ വിളിച്ചത്. വന്നപ്പോ പോലെ ചേച്ചി ചേച്ചി അപ്പൊ ഇത് വഴി ചോദിച്ചപ്പോ ചേച്ചി വഴി ഇട്ടത് ഞാൻ പുല്ല് അങ്ങോട്ട് പോകണം. അതെന്താ ബഹുമാനം കൊണ്ട് വിളിച്ചത്? അതെ. നമ്മൾ കൊടുക്കണമല്ലോ. അതെ. അപ്പൊ ഞാൻ പിന്നെ എങ്ങനെ വിളിക്കണം? നിങ്ങൾ എന്നെ ചേച്ചിന്ന് വിളിച്ച സ്ഥിതിക്ക് എനിക്ക് തിരിച്ചു വിളിക്കാനൊന്നുമില്ല. ചേട്ടാ വിളിച്ചോ. ചേട്ടാ തന്നെ വിളിച്ചത്. ചേട്ടാ തന്നെ ഞാൻ വിളിച്ചത്. ഒരക്ഷരം മാറ്റി പറഞ്ഞൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ യൂട്യൂബ് തുറന്ന് ആരെങ്കിലും കണ്ടിട്ടോ അല്ലെങ്കിൽ കണ്ടന്റ് ഇപ്പം അമ്മേനെ വൈഫിനെ വെച്ചിട്ടാണല്ലോ ഇത് തുടങ്ങുന്നത്, ആരെങ്കിലും വെച്ച് കണ്ടിട്ടാണല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കലാവാസന ഉണ്ടെന്ന് തോന്നിയിട്ടോ എന്തായിരുന്നു അല്ല സംഭവം? ഞാനിത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവരോട് പറഞ്ഞുകൊടുക്കണേ നമുക്ക് ചെയ്യാന്ന്. അപ്പൊ അന്നൊന്നും പുള്ളിക്കാരത്തേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. അങ്ങനെ ഒരു പ്രാവശ്യം പിടിച്ചു വലിച്ച് ഒരു ഒരെണ്ണം ചെയ്തതാ. അപ്പൊ എല്ലാവരും കണ്ട് കഴിഞ്ഞപ്പോ പുള്ളിക്കാരത്തേക്ക് ഓക്കെ കൊള്ളാലോ എന്ന് തോന്നിയിട്ട് പിന്നെ ത്രൂ ഔട്ട് ഇതിനെല്ലാം നന്ദി പറയേണ്ടത് വേറെ ഒരുത്തനോടാണ് കേട്ടോ. കൊല്ലത്ത് നമ്മളൊരു സുഹൃത്തുണ്ട് അഖിൽ എന്ന് പറഞ്ഞിട്ട്, അവനാണ് എന്നെ റീൽ എടുക്കാനായിട്ട് നിർബന്ധിച്ച് പുറകെ നടന്ന് ഫോൺ വിളിച്ച് എപ്പോഴും ചീത്തയാണ് എടുക്കണം. ചേട്ടൻ കലാപരമായിട്ട് അവനായിട്ട് പരിചയപ്പെട്ടപ്പോ അവന് മനസ്സിലായി. അതാണ് ചോദിച്ചത് എന്താണ് അവനായിട്ട് പരിചയപ്പെടും. ഞാനായിട്ട് പരിചയപ്പെടുമ്പോ എന്നോട് പറയാം എന്റെ കലാപരമായിട്ടുള്ള അഭിനയിക്കാനുള്ള ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടെന്നാ അവൻ ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ അവൻ ഫോൺ വിളിച്ച് തെറി പറയും. അത് വീഡിയോ കാണുന്നതിന് മുമ്പല്ലേ? അല്ല അഭിനയിക്കാൻ കഴിവുണ്ടെന്ന് അങ്ങനെ കൂട്ടുകാരെങ്ങനെ പുറകിൽ നിന്ന് പ്രോത്സാഹിപ്പിച്ച് നമ്മൾ അപമാനിച്ചു അല്ലേ ചേട്ടാ? ഭരത് മേനോനെ അല്ലേ? അല്ല ഇവിടുത്തെ ക്ലബിന്റെ ഒക്കെ പരിപാടി പണ്ടെടുക്കുമ്പോ ഇവന്റെ മിമിക്രിയില്ലാത്ത പരിപാടി ഉണ്ടായില്ല. ചേട്ടനും അങ്ങനെ തന്നെ അഭിനയിക്കാനുള്ളൊരു താല്പര്യം മൂത്തിട്ട് സ്വന്തമായിട്ട് യൂട്യൂബ് തുടങ്ങിയതാ. എങ്ങനെയുണ്ട് യൂട്യൂബിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഫേസ്ബുക്ക് യൂട്യൂബ് പോലുള്ളതിൽ വന്നപ്പോൾ നമ്മൾക്ക് എല്ലാവരും പറയുന്ന സിനിമ എല്ലാവരും ബിഗ് സ്ക്രീനിലാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ഞങ്ങൾക്ക് ഉൾപ്പെടെ പണ്ട് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ സംഭവമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു യൂട്യൂബിലേക്ക് മാറിയ പിന്നെ ജനങ്ങൾക്കിടയിൽ ഭയങ്കരമായിട്ട് ഞങ്ങളെപ്പോലുള്ള ആളുകളെ സ്വീകരിക്കാൻ തുടങ്ങി, യൂട്യൂബേഴ്സിനെ ഭയങ്കരമായിട്ട് സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അപ്പം നിങ്ങളെ സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മാറ്റം എങ്ങനെയാണ് ചേട്ടൻ? വെളിയിലും അമ്മച്ചിയൊക്കെ ആണെങ്കിലും പോകുമ്പോൾ എങ്ങനെയാണ്? അതിപ്പോ എല്ലാവരും നമ്മളെ കണ്ടിട്ട് ഓരോന്ന് കൊള്ളാട്ടറാ എന്ന് പറയുമ്പോ നമുക്കൊരു സന്തോഷമുള്ളൂ. നമുക്ക് വേറെ അവാർഡൊന്നും വേണ്ട, നിങ്ങൾ ചെയ്യണ അടിപൊളിയാടാ, നിങ്ങൾ ഇറക്കണത് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം. ഇനി നിങ്ങളുടെ സന്തോഷമാണോ ഞാൻ ചോദിച്ചോക്കട്ടെ? കൊച്ചിന് എങ്ങനെയാ സന്തോഷമാണോ? സത്യം പറയണം. സന്തോഷമാണ്. സ്കൂളിലൊക്കെ ചെല്ലുമ്പോ ചോദിക്കുവോ? സ്കൂളിലൊക്കെ എല്ലാരും കാണാറുണ്ടെന്നൊക്കെ പറയും. അപ്പൊ സന്തോഷം ടീച്ചർമാരൊക്കെ ചോദിക്കും. എന്നെ ചോദിക്കുന്നേ? കള്ളത്തരം പറയാനും പറ്റത്തില്ല, കൊച്ചിനെ ലീവ് എടുക്കാൻ. അപ്പനും അമ്മയ്ക്കും വയ്യ, അപ്പനും അമ്മ ആശുപത്രിയിലാന്ന് പറയാൻ പറ്റുമോ? നോക്കുമ്പോ പെട്ടെന്ന് റീലിൽ കിടക്കുന്നു. അല്ല അതിനും സൊല്യൂഷൻ ഉണ്ട്, നേരത്തെ എടുത്തു വെച്ചാൽ മതി. അതൊക്കെ സ്ഥിരമുള്ള സാധനമാണല്ലോ. പക്ഷെ ഒരു ലീവ് പോലും പറയാൻ പറ്റത്തില്ല. വേറെ എന്തൊക്കെ പറഞ്ഞു ടീച്ചേഴ്സൊക്കെ? കാണാറുണ്ട്, നല്ലതാണ്, ഇന്ന് കണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പറയും. ഹെവനോട് പറയാറുണ്ടോ? വേറെ എന്നാ പറയുന്നേ? ഇനിയിപ്പോൾ അച്ഛനും അമ്മേനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ മീറ്റ് ഒക്കെ വെച്ച് കൊടുത്താൽ മതി. നിങ്ങളുടെ അച്ഛനും അമ്മ സെലിബ്രിറ്റിയാണ്, ഞങ്ങൾക്ക് അങ്ങനെ വരാൻ പറ്റത്തില്ല എന്ന് പറയണം. ഓക്കെ അല്ലേ? ചേച്ചിക്ക് എന്താ ജോലി? ഞാനിവിടെ അടുത്തൊരു കോളിക്കാസ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയിൽ പോവാണ്. അല്ല ഇന്ന് ജോലി കഴിഞ്ഞ് ലേറ്റ് ആകും അവിടെ പോണത്. അപ്പൊ വന്നനുസരിച്ചാണ് ഞങ്ങൾ റീൽ ചെയ്യണതൊക്കെ. ടൈം വെച്ചിട്ട് പിന്നെ ശനി ഞായറോ? പിന്നെ രാവിലെ ചില പകുതിയൊക്കെ രാവിലെ എടുത്ത് വെച്ചിട്ട് പോകും. ഉച്ചക്ക് ചോറിനാൻ 1 മണിക്കൂർ ഫ്രീ ഉണ്ട്. അപ്പൊ ഓടി വന്നുകൊണ്ട് കുറച്ചെടുക്കും, എന്നിട്ട് പോകും. ബാക്കി പിന്നെ അങ്ങനെ ചെയ്തോണ്ടിരിക്കണത്. പിന്നെ അത് എഡിറ്റിങ് രാത്രി ജോലി കഴിഞ്ഞ് വന്നു കഴിയുമ്പോ ആബിൽച്ചൻ എഡിറ്റ് ചെയ്യും. അറിയാൻ പാടില്ലാട്ടോ, ചെറിയ ആളല്ല, വലിയ ആളാ. പാട്ടൊക്കെ തന്നെ എഴുതി ട്യൂണൊക്കെ ചെയ്യും. പാട്ട് തന്നെ കൂടെ നാളെ 9 പാട്ട് ഇറക്കിയിട്ടുണ്ട് ഞങ്ങൾ. ആണോ? അവനേട്ടാ ആ ഇറക്കിയ പാട്ടൊക്കെ എന്തൊക്കെയായി? ഇറക്കിയ പാട്ട് ആൽബം 2-3 ചെയ്തു. പിന്നെ ക്രിസ്ത്യൻ സോങ്സ് ആണ് കൂടുതൽ. കസ്റ്ററൊക്കെ പാടിയിട്ടുണ്ട്. വിൽസം ബിറോം, രാഹുലേട്ടൻ, അങ്ങനെ കുറച്ചുപേരൊക്കെ പാടിയിട്ടുണ്ട്. പിന്നെ ഈ കലാപരമായിട്ട് പിന്നെ ട്രൈ ചെയ്യാതെ കലാപരമായിട്ട് ഏറ്റവും നന്ദി പറയേണ്ടത് എന്റെ അപ്പച്ചനോടാ. അപ്പച്ചനാണ്. അപ്പച്ചൻ മരിച്ചിട്ട് 6 വർഷമായി. പുള്ളിയാണ് കീബോർഡ് ഹാർമോണിയം ഒക്കെ വായിക്കുമായിരുന്നു. പുള്ളി തല്ലി പഠിപ്പിച്ചാണല്ലോ ഓർഗൻ കീബോർഡ്. അങ്ങനെ വന്നതാണ്. എന്റെ അപ്പച്ചൻ ഈ ചെറിയ ചെറിയ സ്കിറ്റൊക്കെ എഴുതും, ഈ കോമഡി, അങ്ങനെ പള്ളിയുടെ ചെറിയ ചെറിയ പരിപാടികൾക്ക് അഭിനയിക്കും. അങ്ങനെയൊക്കെ. അമ്മച്ചിയൊക്കെ പഴയ
ബൈബിൾ നാടകക്കാരിയാണ്. നാടകക്കാരിയാ. പഞ്ചായത്തിൽ ഒരു പരിപാടി അവതരിപ്പിക്കും. അപ്പൊ മറ്റേ കിച്ചൺ മ്യൂസിക് ആണ് ഈ സ്ത്രീകൾ ആദ്യമായിട്ട് വരുന്ന ഒരു സാധനം ഇല്ലേ? അതിലാണ് ഒരു കുറെ എന്റെ അമ്മ അതിനകത്ത് മറ്റേ യേശുവിന് ദാഹജലം കൊടുക്കുന്ന ഒരു സ്ത്രീ സബറിയാക്കാരത്തി. അത് പേരെനിക്കറിയില്ല. അതായിട്ട് നിന്നിട്ടുണ്ട്. റബ്ബർ മേരിയൊക്കെ ആയിരുന്നു. മിനിറ്റിന് സാരി മാറി വരും, ചട്ടം എടുക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടുത്തെ പള്ളിയിലെ നാടകത്തിൽ. അമ്മച്ചി ഭയങ്കര കലാകാരിയാണ്. അല്ല അല്ല, ഇപ്പൊ ഞങ്ങളുടെ റീൽ ഇറങ്ങിയാലും ഫാൻസാരും അത് ഇവിടെ ഇപ്പം ഒട്ടിപ്പം ഞാൻ ഇതിന് മുന്നേ ചെയ്ത ഒരു യൂട്യൂബില് ആ 2 യൂട്യൂബുകാർക്കും അമ്മച്ചിമാരാ. കാരണം ഇവർക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത നമുക്ക് കിട്ടത്തില്ല. അതെന്നുവെച്ചാൽ ഇവരുടെ പ്രായത്തിൽ ഈ പ്രായത്തിൽ ഇവർ എൻജോയ് ചെയ്യുന്നത് ഭയങ്കര സന്തോഷമാണ് സമൂഹത്തിന്. അത് എൻജോയ് ചെയ്യാൻ ശ്രമിപ്പിക്കുന്ന മക്കളുണ്ടല്ലോ, കണ്ടന്റ് ഉണ്ടാക്കുന്നതിലാണെങ്കിൽ കൂടിയും അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവർക്കത് പറഞ്ഞു കൊടുക്കുന്ന അത് ഭയങ്കര. കാരണം വീട്ടിലിരിക്കുന്ന ഓരോ അമ്മച്ചിമാരും അപ്പച്ചന്മാർക്കും ഭയങ്കര സന്തോഷമാണ്. എൻ്റെ അമ്മയോടൊക്കെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ എടുത്തിട്ട് അടിച്ച് നമ്മളെ ഓടിച്ചു വിടും. അവർക്കൊരു വീഡിയോ പോലും പിടിക്കുന്ന ഇഷ്ടമല്ല. അമ്മച്ചിക്ക് അങ്ങനെയായിരുന്നോ വീഡിയോ പിടിക്കുന്നത് ഇഷ്ടം? ഇല്ല അങ്ങനെയൊന്നുമില്ല. ഓ ഞാൻ എന്തിനും ഓക്കെയാണ്. തട്ട് കണ്ട അത് മറച്ചോ പരിപാടി കഴിഞ്ഞു. അമ്മച്ചിക്ക് എങ്ങനെ ഇവര് പറഞ്ഞു തരുമോ അതോ സ്ക്രിപ്റ്റ്? അവല് കുറച്ചൊക്കെ പറഞ്ഞു തരും, പിന്നെ നമ്മുടെ കൈ നിർത്തിടും. ആ ഇങ്ങനെ വൈകുന്നേരം ഇത് പുതിയ ഇതെവിടെ നിന്ന് വന്നു? അത് അടുത്ത വീട്ടിലെ അയ്യോടാ 2 ബോട്ടിൽ അയ്യോടാ. നേരത്തോടെ ഇവിടെ നമുക്ക് സംസാരിക്കാം. എത്ര ടേക്ക് ഒക്കെ പോകും? അത് ഒരു 2 ടേക്കോ? ഓക്കെ. ഏറ്റവും കൂടുതൽ ഇത് 25 ഇവിടെ ഏറ്റവും കുറഞ്ഞത് കുറവാണത്. 20-30 ശരിക്കും പറഞ്ഞാൽ റീല് കഥ എഴുതി നമ്മൾ എഴുതിയിട്ട് എടുക്കണേക്കാളും ഭേദം ഇവന്റെ ടേക്ക് എടുക്കുമ്പോ അത് മാത്രം റീലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മില്യൺ ഉറപ്പാണ്. അത്ര വലിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അതായത് ഭയങ്കര ചില കോമഡി ഭയങ്കരമായിട്ട് വർക്കാവും. എന്നെക്കാളും വർക്കാവും. അത് ഇവനോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും ഇവൻ ചെയ്യൂല. ബിഹൈൻഡ് ദ സീൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ചെയ്യുമ്പോ ചിലപ്പോ നിങ്ങളൊക്കെ സൈഡാക്കി കളഞ്ഞിരിക്കും അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കാം എങ്ങനെയാണെന്ന്. അപ്പൊ അമ്മച്ചി ഇപ്പൊ ഭയങ്കര പാട്ടുകാരി, ഭയങ്കര എന്താ പറയാ പെർഫോമൻസ് എല്ലാം ഒക്കെ ഉണ്ട്. ആ ഒരു പാട്ട് പഠിക്കും. നാണമൊക്കെ പഴയ പാട്ടോടാ? ഏത് പാട്ട് പാടിയാലും ഇവിടെ ഓക്കെയാ. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ, ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ, ഒരു നോക്കു കാണാൻ, ഒരു വാക്കു കേൾക്കാൻ, ഒരുമിച്ച ദുഃഖത്തിൽ പങ്കുചേരാൻ, ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ. ചേട്ടാ നിങ്ങള് കഷ്ടപ്പെടുന്നത് നിങ്ങൾ മണ്ടന്മാരാണ് കേട്ടോ. അമ്മച്ചിയുടെ ഒരു പാട്ട് ചുമ്മാ പാടി വൈറലാക്കിയാലുണ്ടല്ലോ നിങ്ങളുടെ യൂട്യൂബിനൊക്കെ ഹിറ്റ് അടിക്കും. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. അമ്മച്ചിയുടെ സൗണ്ടേ പഴയ ഒരു പാട്ട് പാടുന്ന ഒരാളുടെ സൗണ്ട് പോലെ. ഞാൻ അത്ര എനിക്ക് പറയാൻ അറിയാൻ പാടില്ല. അല്ല ഞാൻ പറഞ്ഞത് ആ ഒരു കൊച്ചു സ്വപ്നത്തിന്റെ ഇല്ലേ, അതിൽ ആ 2ാമത്തെ അനുപല്ലവിയിലെ പാടിയപ്പോ നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാൻ. അതാ ഞാൻ പറഞ്ഞത്. അല്ല ഏട്ടാ നല്ല രസമില്ലായിരുന്നോ? ഭയങ്കര ഫീൽ ഉണ്ടായിരുന്നു. പള്ളിപ്പാട്ടൊക്കെ ഞങ്ങള് ചെറുതിലെ ഞാൻ താമസിച്ചോണ്ടിരുന്ന സ്ഥലത്ത് പള്ളിയാവുണ്ടായിരുന്നു. പള്ളിപ്പാട്ട് പാടുന്ന ഒരാൾക്ക് ദലീമ ചേച്ചിയുടെ കൂട്ട് ഒരു സൗണ്ട് ഉണ്ട്. ജാനകി വരെ ഞാൻ പോയില്ല ചേട്ടാ. ഇവരുടെ വേറൊരു സുഹൃത്തുണ്ട്, മിൻമിനി അറിയാമോ? മിൻമിനി ചേച്ചി അതാരെന്ന് വെച്ചോക്ക്. അത് ഞങ്ങളുടെ ചേട്ടന്റെ വൈഫിന്റെ അനിയത്തി. ആണോ? ഞങ്ങൾ വീടും കിഴിമാട്ടിലാണ്. ഞങ്ങൾ ഒരുമിച്ച് അവിടെ പള്ളിയിലൊക്കെ എല്ലാ കൊയറിലും ഉണ്ടായത്. ഓ മിൻമിനി ചേച്ചിയും കൊയറിലാണ്. ഞങ്ങളുടെ ജോളിച്ചേട്ടൻ ആയിരുന്നപ്പോ കീബോർഡിസ്റ്റ് ആയിരുന്നു. ഭർത്താവിന്റെ
അപ്പൊ ചേട്ടന്റെ ഭാര്യയുടെ നിത്യാണ് അനിയത്തി. മിനി. കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്റർവ്യൂ എടുത്തിരുന്നു അന്നൊന്നും മിനി ആയിട്ടില്ല, അന്ന് മിനി, ഞങ്ങളുടെ മിനി. ആ സമയത്തൊക്കെ ട്രൈ ചെയ്തിരുന്നെങ്കിൽ കിട്ടിയാണ്. നല്ല വോയിസ് ആണല്ലോ അമ്മച്ചിക്ക്. ഒരു കുസ്തിപ്പാട്ട് പാടിത്തരാമോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എഴുതിയ പാട്ട് പാടാം. ആ എന്തു നൽകും ഞാൻ എൻ്റെ പൊന്നു ദൈവമേ, സ്വന്തമായില്ല ഒന്നും മുന്നിൽ വെക്കുവാൻ, ഉള്ളതെല്ലാം അങ്ങു തന്ന ദാനമല്ലയോ ദേവ, എന്നെയും എൻ സർവവും ഞാൻ കാഴ്ചവെക്കുന്നു. എന്തു നൽകും ഞാൻ എൻ്റെ പൊന്നു ദൈവമേ. നന്നായിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ ആരെ എടുക്കാൻ വന്നത്? മനുഷ്യനെ പറ്റിച്ചതാണ്. എന്നെ വെച്ചിട്ട് എന്നെ interview ലാസ്റ്റ് ആബേലേട്ടൻ ഭയങ്കര ദൈവവിശ്വാസിയാണ്. ആബേലേട്ടൻ ദൈവമേ എൻ്റെ വീഡിയോ കണ്ട് ആരെങ്കിലും എന്നെ ഇന്റർവ്യൂ എടുക്കണേന്ന് പറഞ്ഞ് മെഴുകുതിരി കത്തിച്ച് വെച്ചപ്പോഴാണ് എന്റെ വിളി വരുന്നത്. ദൈവദൂതന്റെ വിളി. മാലാഖയായിട്ട് ഞാൻ വന്നു. എല്ലാവരും വീഡിയോ ഇന്റർവ്യൂ കണ്ട് കർത്താവ് ഞങ്ങളുടെ ഒരെണ്ണം വന്നില്ല വിചാരിച്ചോളൂ. വിചാരിച്ച ബാക്കി ബാക്കി വന്നപ്പോഴാണ് ചേച്ചിയുടെ വിളി വന്നത്. പറ എന്നായിരുന്നു, എപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു പറ. അതെന്നായിരുന്നു നമ്മള് ചുവരില് പണിയുടെ ടൈമിലാണ് ചേച്ചി വിളിച്ചത്. അപ്പൊ ഞാൻ ഫസ്റ്റ് പുള്ളി എന്റെ ഒപ്പം ഉണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ നമ്മളെ ഇന്റർവ്യൂ എടുക്കാനായിട്ട് ആള് വരുന്ന പറയണെന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ എന്നാ വിളിക്കടാ വാ പോവാ. അപ്പൊ തന്നെ കുപ്പായം ഇട്ട് ഇറങ്ങിയതാ. അല്ല പുള്ളിയാണ് ഒരു മോനും കൂടി ഉണ്ട് കേട്ടോ, ഒരു മോനും കൂടി ഉണ്ട്. ആഹാ ഇടയ്ക്ക് ആബേലല്ലാത്ത ഒരു മോനും കൂടെ എനിക്ക് ഉണ്ടെന്ന് പറയാം. പുള്ളി RCCയിലെ നേഴ്സാണ് അല്ലേ? RCCയിലെ ഞാൻ വന്നിട്ട് ഇതൊക്കെ ചൂണ്ടിയായിരുന്നു. എന്നോട് ഞാൻ ചൂണ്ടിയപ്പോ അമ്മച്ചി എന്നോട് കുറച്ചു മുന്നേ അല്ല അവനാണ് ടിക്ടോക്ക് ഉള്ള സമയത്ത് പുള്ളിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതൊന്നും ഞങ്ങള് രംഗത്തേക്ക് ഇറങ്ങിയില്ല. പുള്ളിയാണ് ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഇട്ടത്. ഇപ്പൊ എന്തെങ്കിലും ഈ മീറ്റപ്പിനൊക്കെ പോകാറുണ്ട്? ഇപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടോ? പോയിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും ആ ഒരു എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ചെറുതാണ്, ഞങ്ങളുടെ റെഡി ആയിട്ടില്ല എന്ന് പറയും. ചെറുതോ വലുതോ അതല്ല, നിങ്ങൾക്ക് പണമോ, നിങ്ങൾക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു കാൽക്കുലേഷനാണ് ഇപ്പൊ ഇവിടെ വന്ന് സംസാരിച്ചപ്പോ, നിങ്ങൾക്ക് യൂട്യൂബ് വരുമാനത്തെക്കാൾ ഉപരി നിങ്ങളുടെ ഒരു കഴിവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടാലന്റ് കാണിക്കുന്ന ഒരു പ്ലേസ് ആയിട്ടാണല്ലേ അത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ. നിങ്ങളുടെ കണ്ടന്റിന്റെ ക്വാളിറ്റി അങ്ങനെയാണുള്ളത്. അമ്മച്ചി ഇടിക്കാറുണ്ടോ ആബേലിനെ? ബാക്കി ഇടിക്കാറുണ്ടോ? ഇടിക്കേണ്ട വന്നിട്ടില്ല ഇതുവരെ. ഇടിക്കേണ്ട വന്നിട്ടില്ല. അവസരം കിട്ടി കഴിഞ്ഞാൽ കൊടുക്കുകയും ചെയ്യും. അത് നിങ്ങളെയും കൊതുക് കുത്തുന്നുണ്ടല്ലേ? നമ്മളെ മൊത്തത്തിൽ കൊതുക് കുത്തുന്നുണ്ട്. വലിയ ആന കൊതുകുകളാ കുത്താൻ വരുന്നത്. വളർത്തണം, തല്ലി കൊല്ലല്ലോ. ഇല്ല കൊല്ലത്തില്ല താരാട്ട അല്ലേ? ഭരത് മേനോനെ എല്ലാ ഗോപിയല്ലേ? അല്ല നിങ്ങൾ വലിയ സംഭവം പറഞ്ഞിട്ട് നിങ്ങൾ മിണ്ടാണ്ടിരിക്കുന്നേ. ചെറിഞ്ഞു നമുക്ക് രണ്ടുപേർക്ക് ഒരേ കളറായിട്ട് ഫ്രെയിമിൽ കിട്ടാൻ നമുക്ക് രണ്ടുപേർക്കും കാര്യം. ചേട്ടൻ എന്തെങ്കിലും ഒരു സൗണ്ട് എടുക്ക്. ചേട്ടന്റെ സൗണ്ടിൽ എന്തെങ്കിലും പറ. ബഹദൂർ അങ്ങോട്ട് നോക്കി എടുത്തു. എന്റെ പൊന്ന് ചാരുമാരെ, എന്റെ മോളെ കൊന്നതാ. പുള്ളിയുടെ മെയിൻ സംഭവമാണ് എന്റെ സാറുമാരെ. നിങ്ങളുടെയൊക്കെ ഫാമിലി? എന്റെ ഇവിടെ ആലുവയിലാണ്. അച്ഛനമ്മ, ഒരു പെങ്ങളുണ്ട്, കെട്ടിച്ചത് തൊട്ടപ്പുറത്താണ്. അങ്ങനെ ഇവിടെ വന്നതാ? അല്ല, അല്ലാണ്ട് നമ്മൾ സുഹൃത്തുക്കളാണ്. ചേട്ടന്റെ അച്ഛനമ്മ, ചേട്ടൻ, ഞാൻ, ചേട്ടന്റെ വൈഫ്, കൊച്ച്. പിന്നെ പട്ടിയിലടാ. അല്ല ചേട്ടാ, ഇവർക്ക് രണ്ടുപേർക്കും വീട്ടില് അങ്ങനെ വേറെ ഉത്തരവാദിത്തങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നത് വീഡിയോ എടുക്കാൻ. ഇൻട്രസ്റ്റ് ആണ്. ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ വീഡിയോയുടെ കേസ് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോ തന്നെ ഓക്കെ റെഡി ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ ഒളിപ്പിച്ചു വിട്ടാലും പോകാത്ത നിങ്ങൾ ഐഡിയ പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇവരെ നല്ല പറയാറുണ്ട്. എന്തെങ്കിലും കിട്ടുമ്പോ എന്റെ അടുത്ത് ഒന്ന് പറയും. അങ്ങനെ
ഇങ്ങനെയാണെന്നുള്ളത്. പണ്ടൊക്കെ രാത്രിയിൽ നമ്മള് പറയും സ്ത്രീകൾ രാവിലെ കേൾക്കുമ്പോൾ ദോശ ഉണ്ടാക്കണോ പുട്ടുണ്ടാക്കണോ അങ്ങനെയൊക്കെ ചിന്തയില്ല, ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കണം. ഇപ്പൊ അങ്ങനല്ലേ, ഉള്ളവർക്കെല്ലാം യൂട്യൂബ് എന്ത് കണ്ടന്റ് ഇടണം ചേട്ടാ, അത് എത്ര ഓടും ചേട്ടാ രാവിലെ. എന്നിട്ട് ഇനിയിപ്പോ വൈകുന്നേരം ആ കണ്ടന്റ് ഇട്ടെങ്കിൽ എത്ര ഓടി, രാത്രി ഉറക്കത്തിലെങ്ങാനും എണീറ്റ് നോക്കി ഇല്ലേ, ഇതൊക്കെ ഉള്ളത്. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ പറഞ്ഞാൽ നമ്മള് ഞാൻ പറഞ്ഞല്ലോ ചുമ്മാ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോ അത് കണ്ട് അന്ന് പിറ്റേ ദിവസം ഫേസ്ബുക്കിൽ അത് 1 million ആയി. അമ്മച്ചി ഒരു ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ അത് പിറ്റേ ദിവസം 1 million ആയി കഴിഞ്ഞപ്പോ അതാണ് ഒരു നമ്മള് ചെയ്ത കാണാൻ ആളുണ്ടല്ലോ. പിന്നെ ചെയ്തിട്ട് കഴിഞ്ഞപ്പോ കൊറേ പേര് നല്ല അഭിപ്രായം, നിങ്ങൾ ചെയ്യണ കൊള്ളാട്ടോ എന്ന് പറഞ്ഞപ്പോ പിന്നെ അമ്മച്ചി വേറെ എന്തെങ്കിലുമൊക്കെ പറ, ഈ കൊതുകടി എന്തെങ്കിലും പറ. പക്ഷെ ഇവർക്കൊക്കെ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്താലേ വരുവെള്ളം തോന്നില്ലേ പറയാൻ. എഴുതി കൊടുക്കല്ല, അപ്പൊ പറഞ്ഞു അപ്പൊ പറഞ്ഞു തരണേ. ഇത് എഴുത്തൊന്നുമില്ല. എഴുത്തൊന്നുമില്ല. ഇങ്ങനെ കാണിച്ചോളാൻ പറയുമ്പോ ഞങ്ങൾ അങ്ങനെ കാണിച്ചു. എന്താന്നും കൂടെ അറിയാൻ പറ്റില്ല. അപ്പൊ വന്ന് നിൽക്കുമ്പോഴാണ് ഇത് പിന്നെ എന്നത് അങ്ങനെയാണെന്ന് പിന്നെ പറഞ്ഞു. ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ വീടിന്റെ ഈ ലൊക്കേഷൻ, ഈ വഴിയും ഇതുമാണ് ഇവരുടെ പ്രധാന ലൊക്കേഷൻ. ഞാൻ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് എല്ലാം ഞാനത് പറയാൻ കാരണം പറയട്ടെ, എനിക്ക് ഇങ്ങോട്ടേക്ക് നമ്മുടെ ഡ്രൈവറായിട്ടും ചോദിച്ചു ഇവിടെ എവിടെയാണോ. ഇപ്പൊ നിങ്ങളുടെ തൊട്ട് മുന്നേ ഇതുപോലെ എന്നൊരു വഴി കിടക്കുന്നു. ഞാൻ പറഞ്ഞു ഈ വഴിയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു നീ മുന്നേ വന്നിട്ടുണ്ടോ? ഇല്ല, അവരുടെ വീഡിയോ കാണാറുണ്ട്. മനസ്സിലായോ? ഞാൻ രജിസ്റ്റർ കാരണം മിക്കപ്പോഴും നിങ്ങള് വന്നിട്ട് ഇവിടെ വന്നിട്ടാ സംസാരം. അതെനിക്ക് കറക്റ്റ് രജിസ്റ്റർഡ്. അതുകൊണ്ട് തന്നെ രണ്ടാമത് നിങ്ങൾ ഇറങ്ങി പോന്നിട്ട് ഞാൻ വഴി ഒന്നും നോക്കാണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങിയത്. നമുക്ക് കറക്റ്റ് ആണ്. നിങ്ങള് മനസ്സിലായോ? എല്ലാ വീഡിയോയിലും ഈ സാധനം ഇല്ലാണ്ട് പോകില്ല. അതേട്ടാ, ഇനി എന്താ നിങ്ങളുടെയൊക്കെ പ്ലാന്? ഇനി പ്ലാൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. 2 സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കുറെ നാൾ മുമ്പുള്ള ആഗ്രഹമാണ്. അതൊക്കെ അതിലൂടെ ഒന്ന് പറയണം. ഇതൊക്കെ ഇങ്ങനെയല്ല ചേട്ടാ, അതൊക്കെ നല്ല കോൺഫിഡൻസോടെ പറയണം. നമ്മള് ലൈഫിൽ ഇപ്പം ഈ ചേട്ടൻ പറഞ്ഞോളൂ, ആ ചേട്ടന് മിമിക്രി ഉണ്ടായിരുന്നു, പക്ഷെ എന്തുകൊണ്ട് അതിൽ എത്തപ്പെടാൻ പറ്റിയില്ല. എന്താണെങ്കിലും ഓരോരുത്തർക്കും ഓരോ അംബീഷൻ ആണല്ലോ. ഇപ്പൊ ചേട്ടൻ പറഞ്ഞോളൂ തിരക്കഥയുണ്ട്, അത് ചിലപ്പോൾ 2 പുള്ളി എഴുതി വെച്ചിട്ടുണ്ട്. പുള്ളി വേറെ 2 ടീമിനെ കാണിച്ച് അങ്ങനെ വച്ച, പക്ഷെ ഒന്നും നിലവില് വർക്കൗട്ട് ആയിട്ടില്ല. നമ്മള് കണ്ടിരുന്നു. ഇപ്പൊ നിങ്ങള് ഇത് വർക്കൗട്ട് ആവും ഓർത്തിട്ടല്ലോ തുടങ്ങിയത്. ഇപ്പൊ ഞങ്ങള് വരെ ഇവിടെ എത്തിയില്ലേ. ഇനിയിപ്പോ ത്രൂ ഔട്ട് ആരെങ്കിലും ഒക്കെ വരും. പുള്ളി ആസിഫലിനെയൊക്കെ കാണാൻ പോയതാ. ടൈം പോവാൻ വേണ്ടി പുള്ളിക്ക് ടൈം കിട്ടിയിട്ടില്ല പറഞ്ഞു. ഞാനോർത്ത് ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങള് പോയിക്കാൻ പ്രശ്നം കളറാക്കാൻ വേണ്ടി പറഞ്ഞതാ. പക്ഷെ ഇതൊക്കെ നമ്മൾ ഇത്രയും പേര് ചിരിച്ചപ്പോ ഒരാളിങ്ങനെ വന്നിട്ട് ഇവിടെ എന്നെ അതുകൊണ്ട് പാടുന്നതിനോട് സൗണ്ട് നോക്കിട്ടിരിക്കണേ വന്നാ. അല്ല കൂട്ടുകാരനാണെന്ന് വെച്ചൊരു മഴയൊക്കെ എന്നാ പരിപാടി കാണിക്കുന്നത്. അത് ചേച്ചി തന്നെ ആസിഫ് അല്ല. അല്ല അപ്പുറത്തേക്ക് ഒന്ന് പോണമെങ്കിൽ പറഞ്ഞിട്ടാണ് പോണത്. കാണാൻ പോണത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന്. ചേട്ടാ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അല്ല അത് ഭയങ്കര ആഗ്രഹമാണത്. അത്ര കഷ്ടപ്പെട്ട് എഴുതിയേക്കണാണ്. അപ്പൊ അതൊന്ന് പറയണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ആസിഫിനോട് അല്ലെങ്കിൽ അർജുന അശോകൻ അങ്ങനെ എന്തെങ്കിലും. മുന്നിൽ നിർത്തും. നിങ്ങളെ കുറിച്ചൊരു പദ്ധതി ഉണ്ട്, നാശത്തിനുള്ള ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്നാണ് തമ്പുരാൻ്റെത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഞാൻ പറഞ്ഞ ചേട്ടൻ നിങ്ങൾ നിങ്ങളുടെ സ്ക്രിപ്റ്റായിട്ട് മുന്നോട്ട് പോവുക. സ്ക്രിപ്റ്റിൽ എവിടെയെങ്കിലും ഒക്കെ എനിക്കൊരു റോൾ അങ്ങനെയാണ് ചേട്ടാ, എനിക്ക് ചാൻസേ വേണം. കൂട്ടുകാരനെ തള്ളി ആപത്തിലേക്ക് ഇടുന്നത് അതുപോലെ. ഓക്കെ, അപ്പൊ ചേട്ടാ നിങ്ങള് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന പറയുന്നത് ഭയങ്കര പാടാണ്. തീർച്ചയായിട്ടും അത് മാത്രമല്ല നിങ്ങൾ ഇങ്ങനെ ഓളിയിട്ടും, അതായത് നിങ്ങൾ ഇങ്ങനെ കളിയാക്കിയിട്ടും നിങ്ങൾക്ക് അതൊന്നൊരു പരിഭവം ഇല്ലല്ലോ. അത് നിങ്ങളുടെ ബോണ്ടാണ് കേട്ടോ. അത് പുറമേ നിന്ന് കേൾക്കുന്ന വേർക്ക് ചിലപ്പോൾ എന്നോട് ഇവര് ചോദിക്കും, ഞങ്ങള് വീട് കൊടുക്കാൻ വരുമ്പോ ഞങ്ങള് ഇവനെ ഭയങ്കരമായിട്ട് ഇത് പറയുമ്പോ ഇവള് ചോദിക്കും ചേട്ടാ ആ ചേട്ടന് വിഷമാവൂല ചേട്ടാ. ഇവള് ചോദിക്കാറുണ്ട്, ഇവര് ചോദിക്കാറുണ്ട് പിള്ളേരും. അപ്പൊ ഞാൻ പറയാം അവനങ്ങനെയാണ് ഞങ്ങളും അങ്ങനെയാണ്. ഞാനിങ്ങനെ ചെറുപ്പം തുടങ്ങി കാണുന്നതാ. ഞാൻ ഇവിടുത്തെ തന്നെ ജനിച്ചു വളർന്നതാ. അപ്പൊ പിടിയിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ചേട്ടന്മാരോടൊക്കെ അങ്ങനെ പറയുമ്പോ നമുക്ക് മനസ്സിലൊരു വിഷമം.
അല്ല അതെന്നെ അമ്മച്ചി ആ പ്രേമം ഇത് പ്രേമിച്ചുണ്ട് അത് ആ കഥ എന്നോട് കൂടെ മണ്ണിൽ ഓ താങ്കളുടെ തിരക്കഥ പോലെ മതി. എന്താണ് അമ്മച്ചി വിളിച്ചോണ്ട് വന്നാണോ? തൊട്ടപ്പുറം രണ്ട് കാലം പണ്ട് ഞങ്ങളുടെ അപ്പുറത്തെ വീടിന്റെ ഇപ്പുറത്തെ ഞങ്ങളുടെ വീട് വെറുതെ വീട് അവിടെ കലാകാരന്റെ വീടിന്റെ അപ്പം വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, മോനെ എന്റെ മോളെ കെട്ടറോ? പിറ്റേ ദിവസം തന്നെ പോരുന്നോ എന്റെ കൂടെ ചോദിച്ചു പെട്ടെന്ന് പോകും. പുള്ളിക്കാരത്തി കാര്യമാക്കി അറിയും. ഞാൻ സ്ക്രിപ്റ്റിൽ ഒരു ഡയലോഗ് അവിടെ വിളിച്ചു പറഞ്ഞത്, ഞാൻ പോരുന്നു എന്റെ കൂടെ, ചേട്ടൻ എന്നെ വിളിച്ചോ? അപ്പൊ സ്ക്രിപ്റ്റ് ഒന്നും എഴുതണ്ടായില്ല. ലവ് മാരേജ് പള്ളിയിൽ ഓർഗ വായിക്കണ്ടേ പുള്ളി. ഓക്കെ ലവ് മാരേജ് ആണ്. ഇപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പച്ചനും അമ്മച്ചിയും ലവ് മാരേജ് ആണ്. ഞങ്ങള് അപ്പച്ചനും അമ്മച്ചി പള്ളി വെച്ച് കണ്ടോ? അപ്പച്ച കീബോർഡ് അന്ന് ഹാർമോണിയം ആയിരുന്നു. കീബോർഡ് ഹാർമോണിയം ഫുള്ള് കളിയില്ല. ഞാൻ കീബോർഡും വാങ്ങാൻ പോണേ. നാളെ ബോർഡും അപ്പച്ചന്റെ കാലത്താ മാത്രമുള്ള ബാക്കിയായിരുന്നു. ബുള്ളറ്റും മാലയും മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് നടപടിയായില്ല. നടപടിയായില്ല. വെറുതെ ആൾക്കാർ കീബോർഡ് ആവശ്യപ്പെട്ടത്. ചേട്ടാ ഒറ്റ മിനിറ്റ് ഞാൻ ഹാർമോണിയം പറ. പുള്ളി ഹാർമോണിയം വായിക്കുന്ന ആളായിരുന്നു. ഞങ്ങളുടെ കൊയറില ഞങ്ങള് പാട്ടുകാരി. അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട് അത് കഴിഞ്ഞ കല്യാണം ഞങ്ങളുടെ വീട്ടുകാർ നടത്തി തന്നു. ഞാൻ വിശ്വസിക്കണം. വിശ്വസിച്ചോ? ശരിയാണ്. ഇത് ഇവർക്ക് 18 വയസ്സ് 22 വയസ്സ് ഉണ്ടായുള്ളൂ. ഞങ്ങള് സപ്പോർട്ടായിരുന്നു. ഞാനും അപ്പച്ചനും സപ്പോർട്ടായിരുന്നു. അവളുടെ വീട്ടുകാര് അത്ര കുഴപ്പമില്ല. ഇപ്പൊ എല്ലാവരും സ്നേഹത്തില് പോണം. അതുകൂടി പറഞ്ഞില്ലെങ്കിൽ പണി പാടി തന്നെ. ഹാർമോണിയം വായിക്കുന്ന കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അന്നത്തെ കാലത്ത് പ്രേമമൊക്കെ അടിപൊളിയായിരുന്നോ? കുഴപ്പമൊന്നും ഉണ്ടായില്ല. 5 വർഷം പ്രേമിച്ചേ പിന്നീട് കല്യാണം കഴിച്ചത്. 5 വർഷമൊക്കെ അന്നത്തെ കാലത്ത് തലയൊക്കെ ചുറ്റത് തൊട്ടടുത്തടുത്തല്ലായിരുന്നു അന്നേരം? അല്ല, അന്ന് ഞങ്ങളുടെ വീട് കിഴുമാടില്ല. അപ്പച്ചന്റെ വീട് ഇവിടെ കുന്നും പറഞ്ഞു. നിങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റും? സൺഡേസിൽ മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ? അല്ല, ഇവിടുന്ന് നടന്നവിടെ വരും വൈകുന്നേരം. ഇവിടുന്ന് നടന്ന് കൊറേ കൂട്ടുകാരുണ്ട്. ഇതൊക്കെ ചെറിയ കൂട്ടുകാരല്ലേ, അതൊരു വലിയ കൂട്ടുകാരായിരുന്നു. അവരെല്ലാവരും വരും നടന്ന് അവിടെ വരും. എന്റെ അപ്പച്ചന്റെ ചായക്കടയായിരുന്നു. അവിടെ വന്ന് കുറച്ചു നേരമൊക്കെ ചായ കുടിച്ച് അവിടേക്ക് ഇരുന്ന് പോകും. ചേട്ടാ ഒന്നും തോന്നുന്നില്ല, ഞാൻ എടുക്കുക. നിങ്ങളുടെ കണ്ടന്റ് ഞാൻ താഴെ. അമ്മച്ചിയുടെ അപ്പന്റെ കട്ടൻ ചായ ജോൺസൺ മാഷിന്റെ പാട്ട്. എന്റെ അപ്പൻ ഹാപ്പി. അല്ല അമ്മച്ചി ഇഷ്ടമാന്ന് ആരാദ്യം പറഞ്ഞേ? അപ്പച്ചനോ? എന്നാ പറഞ്ഞേ? ഞങ്ങളുടെ പള്ളിയിൽ ഒരു ഒരു ഇതെന്റെ കണ്ടന്റ് പറഞ്ഞു. ഞങ്ങളുടെ പള്ളിയിലെ ഒരു ആനിവേഴ്സറി ഉണ്ടായി. അപ്പൊ അന്ന് പറഞ്ഞു. അപ്പൊ എന്റെ വീട്ടിലുള്ളവർക്കൊക്കെ ദേഷ്യമാണ്. എന്നാലും അല്ല വീട്ടിലുള്ളവരോടല്ലോ അമ്മച്ചോട്. അല്ല, എന്നോട് പറഞ്ഞു. അപ്പൊ നമുക്ക് പേടിയാണ്. ആങ്ങളമാര് 3 പേരാണ് അമ്മച്ചിക്ക്. അപ്പൊ പേടിയായി എന്നാ വന്ന് പറഞ്ഞു. എനിക്ക് അതെന്നാ അറിയാം, ഞാനത് പൈങ്കിളിയല്ല, അന്നത്തെ കാലം അറിയാനും. ഇന്ന് നമുക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ നമ്മൾ നോക്കും. പെട്ടെന്ന് ചെയ്യുന്ന ചെലവന്മാരുണ്ട് ഇവിടെ. പോയി ഇൻസ്റ്റയിലൊക്കെ തപ്പി നമുക്ക് കണ്ടന്റ് എടുക്കാൻ പോകുമ്പോൾ ഇൻസ്റ്റയിൽ തപ്പുന്ന ടീംസാ. അന്നൊന്നും ഇതൊന്നും ഇല്ല. ചേച്ചിക്ക് ആളെ മനസ്സിലായല്ലോ അല്ലേ? അപ്പം ഇൻസ്റ്റ ഐ ഡി നോക്കുന്നു, പിന്നെ ചാറ്റ് ചെയ്യുന്നു. ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് പറയുന്നു. പണ്ടൊക്കെ അങ്ങനെ അല്ലല്ലോ. കൊറേ പേടി, പുറകെ നിക്കാൻ പേടി, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നമ്മ ഫോണ് എഴുത്ത്. അപ്പൊ അമ്മച്ചിയോട് അങ്ങനെ അപ്പച്ചൻ വന്ന് പറയുമ്പോ അമ്മച്ചി വന്ന് നിന്ന് കൊടുത്തോ? എങ്ങനെയാ നിന്നത്? എങ്ങനെയാ അമ്മച്ചി? കേട്ടച്ച് ഞാൻ അങ്ങോട്ട് പോയി പേടിച്ചിട്ട്. എനിക്ക് മറ്റേ പഴയ കാലത്തെ സിനിമ നമ്മള് പൊടിമീശ മുളയ്ക്കണ അതിലെ ഒരു പ്രണയ സീൻ കാണിക്കില്ല, അത് നല്ല രസമുണ്ട് പള്ളിയൊക്കെ. അതുപോലെ ഏതെങ്കിലും ഇപ്പൊ നിങ്ങള് ചിലപ്പോ നിങ്ങളുടെ തിരക്കഥ എടുത്തില്ലെങ്കിൽ അമ്മച്ചിയുടെ ഈ പ്രണയകഥ ആസ്ഫലി ആരെങ്കിലും കേട്ടാൽ അമ്മച്ചി പറ. അന്ന് ആ പള്ളി വെച്ചിട്ട് എന്നിട്ടൊരു ലെറ്റർ വന്നു എനിക്ക്. കണ്ടോ, ഞാൻ ഇത്ര ലെറ്റർ വരെ വന്നേ. കത്ത് എഴുതി തന്നോ? എന്തായിരുന്നു കത്തില്? കത്തിലിങ്ങനെ എനിക്കിഷ്ടമാണ്, കല്യാണം കഴിക്കാനാണ് എന്നൊക്കെ പറഞ്ഞു വിശേഷം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ആങ്ങളമാരൊക്കെ ഉണ്ട്, എനിക്ക് പേടിയാണ്. കത്ത് അമ്മച്ചി തന്നപ്പോ അമ്മച്ചി മേടിച്ചു കത്ത് മേടിച്ചു. കത്തിങ്ങനെ എറിഞ്ഞേച്ചുകൊണ്ട് പോയി എന്റെ അടുത്ത്. എടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, വേറെ ആരെങ്കിലും എടുത്താൽ പിന്നെ പ്രശ്നമാവില്ലേ? ഇല്ല, എനിക്ക് ഇഷ്ടമായിരുന്നുള്ളൂ.
കേക്കട്ടെ. അല്ല ഇതിങ്ങനെ ചൂടിലെടുക്കണം നമ്മള്. അത് നേരം അമ്മച്ചി പറഞ്ഞത് നമ്മളെടുത്തില്ല വേറെ ആരെങ്കിലും എടുത്താ പിന്നെ അത് പ്രശ്നമാവും. കാരണം വീട്ടിലറിയാ അല്ല അവരുടെ ഇഷ്ടത്തിലായല്ലോ. അതാണ് അമ്മച്ചിയുടെ പ്രശ്നം. എന്നിട്ട് കത്ത് ഇങ്ങനെ തട്ടിയിട്ട് മേടിച്ചിട്ട് പിന്നെ അമ്മച്ചി എടുത്തു. കൊറേ അമ്മച്ചി ഒരു 2 മാസം വായിച്ചേ. വീട്ടിൽ കൊണ്ടേ എല്ലാവരും കൂടെ ചോദിക്കാൻ എന്റെ അമ്മ അമ്മച്ചി ഒരു 16-കാരിയാണ്. ഈ വീഡിയോയിൽ കമന്റിൽ പെരുന്നാള് 2-3 ദിവസത്തേക്ക് റിപ്ലൈ ഒന്നും കൊടുത്തില്ല. കാരണം പേടിയായിട്ട്, കാരണം ഇത് കൊടുത്താൽ എങ്ങനെയായിരിക്കും, കാരണം വീട്ടിലറിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഓർത്ത് പിന്നെ കൊടുക്കലായി, പിന്നെ വരലായി. ഇത് പോസ് ചെയ്യട്ടെ. 2-3 മാസം റിപ്ലൈ കൊടുത്തില്ല. 2-3 മാസം കഴിഞ്ഞിട്ട് മറുപടി കൊടുത്തില്ലേ? കൊടുത്തു. അമ്മച്ചി കത്തെഴുതി എന്നാ പറഞ്ഞേ? ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ്, പിന്നെ കല്യാണം കഴിക്കാൻ പ്രായം. അന്നത്തെ കാലത്തൊക്കെ അങ്ങനെയുണ്ടല്ലോ, നമുക്ക് ഇന്നത്തെ പോലെ ഫോൺ വിളിക്കാനോ എന്നുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അങ്ങനെ ഇത് കൊടുക്കും, പിന്നെ ഇങ്ങോട്ട് തരും. അങ്ങനെയായി. പിന്നെ കുറച്ചാൾ കഴിഞ്ഞ് കല്യാണം ആലോചിച്ച് വീട്ടിൽ വന്ന് ആങ്ങള എൻ്റെ ഇളയ ആങ്ങള കല്യാണം കഴിച്ചു കൊടുക്കൂലെന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരും വന്ന് പറഞ്ഞ് ഇങ്ങനെ. അപ്പം പറഞ്ഞു സാരില്ലല്ലോ, കുഴപ്പമില്ല, നമുക്ക് അറിയുന്നതല്ലേ, പെണ്ണ് ഇത്ര ചുറ്റുവട്ടത്തല്ലേ, എന്തെങ്കിലും ഉണ്ടെ കാണാലോ അല്ലേ, ഇതൊക്കെ തന്നെ ആയിരിക്കും. ഇതിന്റെ അടി വരുന്ന ഫസ്റ്റ് കമന്റ്, ഈ കൊച്ചു പിള്ളേരെ വെച്ചിട്ടാണോ നിങ്ങൾ പ്രണയം പറയുന്നത്? അതെന്തായാലും പറയും, ഉറപ്പുള്ള കേസാണ്. വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ കാര്യം പറയണേ. പക്ഷെ അതിലൊരു രസമുണ്ട്, അമ്മച്ചിയുടെ ആ പ്രണയം പറയുമ്പോ അമ്മച്ചി അത്രയും കാലഘട്ടം ഓർക്കുന്നുണ്ട്. ഇന്ന് അമ്മച്ചിക്ക് നല്ലൊരു മൊമെന്റ് ആയിരിക്കും. അമ്മച്ചി ഇന്ന് അപ്പച്ചനെ ഓർക്കും, പഴയ കാര്യങ്ങൾ ഓർക്കും. അപ്പച്ചനെ ഓർക്കാനായിട്ട് അമ്മച്ചിക്ക് വേണ്ട വെച്ച് അപ്പച്ചനെ ഒരിക്കലും പറഞ്ഞില്ല. ഇടക്കിടക്ക് ഞാൻ അവിടെ പണിക്ക് പോയി വരുമ്പോ ഇടക്ക് ഓർക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോ ഞങ്ങളുടെ എന്റെ ഒക്കെ കൂട്ടുകാരനാണ് ആയിരുന്നു. അങ്ങനെയായിരുന്നു 2 മക്കളും. ഇപ്പൊ എന്ത് പറഞ്ഞാലും ചെടിങ്ങ ഇവരൊക്കെ പറയുമായിരുന്നു അല്ലേ, അവരൊക്കെ പറയുമായിരുന്നു, ഓ നിന്റെ അപ്പച്ചൻ എന്തൊരു സ്നേഹോടാ, എല്ലാരും കൂട്ടുകാരെ പോലെ നടക്കൂല. എല്ലാ കൂട്ടുകാരും ഇവരുടെ 2 പേരുടെ ആബേലിന്റെ കാരണം ഇവന്റെ ഒരു അപ്പച്ചനല്ല, അത് കൂട്ടുകാരനാണ്. ആളൊരു കൂട്ടുകാരനെ പോലെയാണ്. അതായത് അത് എല്ലാവർക്കും ഒന്നും കിട്ടില്ല. ചിലവരിങ്ങനെ അച്ഛന്മാരെ കുറിച്ചൊക്കെ പറയുമ്പം വെറുത്തു പോകുന്നവരെയൊക്കെ എനിക്കറിയാം. അങ്ങനെ അപ്പൊ അത് നമുക്കൊക്കെ കിട്ടിയ വലിയ ബ്ലെസ്സിങ് ആണ്, ഭയങ്കര ബ്ലെസ്സിങ്. ഞാനിപ്പോ എനിക്കിപ്പോ അപ്പച്ചൻ നഷ്ടപ്പെട്ടിട്ട് ഞാൻ ചെറിയ കാര്യത്തിൽ പോലും എന്റെ കൂട്ടുകാരന്മാരെല്ലാം അപ്പച്ചനോട് ദേഷ്യപ്പെടുമ്പോ അവരുടെ അപ്പച്ചനോട് നമുക്ക് ഇപ്പൊ അത് മനസ്സിലാവൂല കേട്ടോ. നമുക്ക് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ വേദന മനസ്സിലാവൂട്ടോ. ഞാൻ പറയാൻ പറ്റും. കാരണം ഞാൻ പണ്ട് ചെറിയ കാര്യത്തിലൊക്കെ ചിലപ്പോ എന്തുട്ടാ കാണിക്കുന്നതൊക്കെ ചോദിച്ചത് എനിക്ക് ഇപ്പോഴും അത് ഭയങ്കര. അത് കീബോർഡ് ഇത് ഹാർമോണിയം പഠിപ്പിക്കാനായിട്ട് ഇരുത്തുമ്പോ ആബേലിന് ഇവരൊക്കെ കളിക്കാൻ വിളിക്കും, ഫുട്ബോൾ കളിക്കാൻ വിളിക്കും. അപ്പൊ ആബേലിന് പോകാൻ പറ്റണല്ലോ. അപ്പൊ അപ്പച്ചന് ഉള്ള നേരം കൊണ്ട് അപ്പച്ചൻ ജോലി പെയിന്റിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഈ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത് പഠിക്കാൻ നിന്നത് ശബ്ദം ഇതായി പോയില്ലോ എന്നും പറഞ്ഞാൽ ആബേല് ദേഷ്യപ്പെട്ട് പോകും. അങ്ങനെയൊക്കെ, അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. എല്ലാത്തിനും അപ്പച്ചനും എല്ലാത്തിനും ഇവരുടെ സപ്പോർട്ടായിരുന്നു, എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടായിരുന്നു. അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ടല്ലേ വീഡിയോ ഒക്കെ. അതുപോലെ തന്നെ ഇവള് വന്നപ്പോഴും അതുപോലെ ഞങ്ങൾ സ്വീകരിച്ചു. ഹാപ്പിയാണ്. അഭയ കേസിലെ സിസ്റ്റർ മരിച്ച അന്ന് ഒരു പുള്ളിക്കാരൻ മേളിൽ കയറി കണ്ടെന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനുണ്ട്, അടക്കാരാജു. പേര് പറഞ്ഞു. അടക്കാരാജുവിനോട് ഒരു ദിവസം അടക്കാരാജുവിനോട് ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചപ്പോ പുള്ളി പറയുന്നുണ്ട്, വളരെ കൂളായിട്ടാണ്, എന്റെ ഒരു മകളെ വിളിച്ചോടി പോയി കല്യാണം കഴിച്ചു അവൾ സുഖമായിട്ട് ജീവിക്കുന്നു. അതായത് മറക്കാനും പൊറുക്കാനും ക്ഷമിക്കാനും അയാളെ പോലുള്ള ആളുകൾക്ക് കഴിയുന്നുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും ഇല്ല. സ്നേഹത്തിലാണേലും സ്റ്റാറ്റസ് നോക്കുകയും അപ്പുറത്തെ ആള് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആജീവനാന്തം വെച്ചോണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നില്ല. അപ്പോഴാണ് ഈ സ്നേഹം ചേട്ടൻ പറഞ്ഞ പോലെ ഭൂമിയിലുള്ളപ്പോഴേ അത് പറ്റുള്ളൂ. അവളുടെ അപ്പച്ചനമ്മച്ചി ആദ്യം എതിർപ്പാണെങ്കിലും പിന്നെ അതുണ്ടാവൂലോ. നമ്മൾ ആരായാലും ഇപ്പൊ എനിക്ക് എന്റെ മോളുണ്ടെങ്കിലും അങ്ങനെ പോകുമ്പോ എനിക്കൊരു വിഷമമായിരിക്കും. അപ്പൊ പിന്നീട് അവരത് സ്വീകരിച്ച് നന്നായിട്ട് ജീവിച്ചു. അപ്പൊ എനിക്ക് നമ്മൾ ഏതായാലും ഇത്രയും നേരം സംസാരിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ? എന്റെ എല്ലാം പോയി. അപ്പൊ അമ്മച്ചി എനിക്ക് വേണ്ടിട്ട് അതെനിക്കും അറിയാമോ, അറിയാവുന്നത്രേ പാടിക്കും. അല്ലേ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നു അജപാലക ദേവഗാനം കേട്ടു ആമോദരാ. അപ്പൊ ചേട്ടാ
ചേട്ടാ ഭയങ്കര സന്തോഷം നിങ്ങളെയൊക്കെ പരിചയപ്പെട്ടു. ഞങ്ങൾക്കാണ് സന്തോഷം ഞങ്ങൾക്ക് പറയുന്നത്. അതിൽ ഞങ്ങൾ ഇത്ര റീല് ഞങ്ങളെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം കഴിച്ചു. അവളുടെ കാര്യം പറയാം. അതിന്റെ ജോലിയാണ്. അപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നത് ഒരുപാട് പേര് യൂട്യൂബ് ഉണ്ട്, നമ്മൾ നല്ല കണ്ടന്റ് നോക്കിയിട്ടേ സെലക്ട് ചെയ്തത്. വേറെ കാര്യം പറയാൻ പറഞ്ഞു കണ്ടന്റ് ഒക്കെ എന്റെ ഉണ്ടോ അയ്യോ അത് പറഞ്ഞാ മതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നിന്നെയൊക്കെ നിന്നെയൊക്കെ വിളിച്ചത് തന്നെ അതിനാണ്. ഒരു ദിവസത്തെ ടച്ച് ഇത് ഞാൻ രാസിപ്പിന്റെ കേസൊക്കെ ഇപ്പൊ അല്ലാണ്ട് സ്കൂൾ ഇത് വന്നു ഇവിടെ കണ്ടല്ലേ മിന്റെ ഞാൻ വിശ്വസിച്ചു, ഞാൻ ഉറപ്പിച്ചു, ഞാൻ പറയില്ല. അതിൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ പുതുതായിട്ട് നിയമങ്ങൾ വരെ വന്നിട്ടുണ്ട്. കുട്ടികളെ വെച്ചിട്ട് നമ്മൾ ഇമോഷണൽ കണ്ടന്റ് ഉണ്ടാക്കും, ഒരാളെ കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളെ സ്നേഹിക്കുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ ഇമോഷണൽ കണ്ടന്റ് അതുപോലെ ഇപ്പൊ പാടില്ല എന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഒന്നും ശ്രദ്ധിക്കാണ്ട് കണ്ടന്റ് നല്ല നമുക്ക് ഹ്യൂമറസ് ഏത് വിധത്തിൽ കഴിക്കാം. ബോഡി ഷേമിങ് ചെയ്യാണ്ട് നല്ല രീതിയിലും പ്രസന്റ് ചെയ്താലും ഹ്യൂമർ ഉണ്ടാവും. ഹ്യൂമർ ഉണ്ടാക്കാൻ നമ്മുടെ ജസ്റ്റേഴ്സ് തന്നെ ധാരാളം. അപ്പൊ എന്താണേലും നിങ്ങളുടെ യൂട്യൂബിന് അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിന് ആബേൽ ജോളി അങ്ങനെ തന്നെയാണ് ഇട്ടേക്കുന്നത്. പേരൊന്നും വേറെ അത് ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാം ആബേൽ ജോളി. ഞങ്ങൾ ടീം എന്ന് പറഞ്ഞ ടീം അമ്മച്ചി. ടീം ടീം അമ്മച്ചിന്ന് പേരിട്ട് തന്നെ ഞാൻ പറഞ്ഞില്ല കൊല്ലം അഖിലാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ സെറ്റാക്, വൈബാക്, പൊളിക്ക്. ഒന്നുമില്ല മോനെ, നീ ചെയ്തോടാ. ഞാനിവിടെ കൊതുകിനെ അടിച്ചിട്ട് വരെ അപ്പോഴൊന്നും നീ കൈ രണ്ട് കൈ പോക്ക്. നന്നായിട്ട് പാട്ടുണ്ട്, പക്ഷെ ഭയങ്കര നാണമാണ് പാട്ടോട്. പണ്ടൊക്കെയാണ് ഇങ്ങനെ ഒരേ കൾച്ചറിൽ ഇരുന്ന് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണം എന്നൊക്കെ. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ മാറി നമ്മൾ കുറച്ചുകൂടെ ഒക്കെ അതന്നെ നോർമലായിട്ട് നിൽക്കുന്നു. അപ്പൊ അമ്മച്ചി ഞാൻ പൊക്കോട്ടെ. താങ്ക് യു. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും